നമസ്കാരം. 9ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. ഇപ്പോൾ ലാസ്റ്റ് നോക്കിയത് വെയിറ്റിംഗ് ഫോർ റെയിൻ എന്നുള്ള ചാപ്റ്ററാണ് അനിത നായരുടെ. അതിൻ്റെ ചോദ്യോത്തരങ്ങൾ, അതുപോലെ തന്നെ ലെറ്റസ് റീവിസിറ്റിൽ വരുന്ന 3-4 ക്വസ്റ്റ്യൻസ്, അതിത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആക്ടിവിറ്റി അടുത്ത വീഡിയോയിലായിരിക്കും. മക്കളെ നോക്കാം. വെയിറ്റിംഗ് ഫോർ റെയിനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈഡ് ക്വസ്റ്റ്യൻസ് ആണേ. What did the author notice about the passengers during the turbulence? നമ്മൾ പറഞ്ഞു മൊത്തത്തിലൊരു ഇളക്കം ഒക്കെ തോന്നിയില്ലേ വിമാനത്തിൽ. അപ്പോൾ ആ സമയത്ത് അതിനകത്ത് മറ്റ് പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, അവരുടെ എന്തായിരുന്നു, അവരെയൊക്കെ നമ്മുടെ റൈറ്റർ നോട്ട് ചെയ്തിരുന്നല്ലേ, ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ. അതെന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചത്. എന്തായിരുന്നു? The author noticed a sudden silence. അതുവരെ മിണ്ടിക്കൊണ്ടിരുന്നവർ വരെ മിണ്ടാതിരുന്നില്ലേ? The author noticed a sudden silence among the passengers during the turbulence. Most were ആരൊക്കെയായിരുന്നു എന്ന് പറയാം കേട്ടോ. Young men dressed as guest walkers. A child cried in fear. അതെല്ലാം അതിനകത്ത് വരുന്നതാണ്. And an elderly couple stopped talking. ഭയങ്കര നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എൽഡർലി ആയിട്ടുള്ള കപ്പിൾ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത്. അടുത്തത്, വാട്ട് വെയർ ദ യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ സീക്കിംഗ് ഇൻ കേരള? എന്ത് തേടിയാണ് അവർ കേരളത്തിൽ വന്നത്? എന്താണ്? ദ യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ, നോർത്തേൺ ഇന്ത്യയിലുള്ള യങ് മെൻ എന്തിനു വന്നു? വെയർ സീക്കിംഗ് വർക്ക് ഇൻ കേരള, ജോലി തേടിയാണ് വന്നത്. വെയർ എവറിത്തിങ് വാസ് അബൻഡൻറ്റ്, അവിടെ എല്ലാം കൂടുതലുണ്ടായിരുന്നു, എക്സെപ്റ്റ് ഫോർ എ ലേബർ ഫോഴ്സ് ആൻഡ് റെയിൻ. ലേബർ ഫോഴ്സും ഇല്ല, റെയിനും ഇല്ല, ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇത് തിരക്കിയാണ് ആര് വന്നത്? നോർത്തേൺ ആൾക്കാർ വന്നത്. നെക്സ്റ്റ്, വൈ ഡിഡ് ദ ടെർബുലൻസ് മേക്ക് ദ ഓദർ ഹാപ്പി? ഈ ടെർബുലൻസ് ആരെ ഹാപ്പി ആക്കി? ഓദറിനെ. എന്താ കാര്യം? എന്താണ്? ദ ടെർബുലൻസ് മെയ്ഡ് ദ ഓദർ ഹാപ്പി ബിക്കോസ് ഇറ്റ് മിൻഡ് വിൻഡ് കറൻറ്റ്സ് വിച്ച് ബ്രിങ് ദ മൺസൂൺ. ശരിക്കും ഓദർ എന്തിനാണ് വരുന്നത് തന്നെ? മൺസൂൺ ആഘോഷിക്കാനായിട്ടാണല്ലേ. അപ്പം തീർച്ചയായിട്ടും ഈ ടെർബുലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിൻഡ് കറൻ്റാണ്, അതായത് മൺസൂണാണ്. അപ്പോൾ ആര് ഹാപ്പി ആവും? ഓദർ ഹാപ്പി ആകും. ദ ഓദർ വാസ് ട്രാവലിംഗ് ടു കേരള ടു എക്സ്പീരിയൻസ് ദ റെയിൻസ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിലേ. ആഴ്ചകൾ താമസിച്ച റെയിനാണ് ആര് കാത്തിരിക്കുന്നത്? ഓദർ. അപ്പോൾ ടെർബുലൻസ് വരുമ്പോൾ ആര്? ഡെഫിനറ്റ്ലി ഓദർ എന്താവും? ഹാപ്പി ആകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഓതേഴ്സ് പ്രൈമറി റീസൺ ഫോർ ട്രാവലിംഗ് ടു കേരള? കേരളത്തിലോട്ട് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്ന പ്രൈമറി റീസൺ എന്തായിരുന്നു? ദ ഓതേഴ്സ് മെയിൻ റീസൺ അല്ലെങ്കിൽ പ്രൈമറി റീസൺ ഫോർ ട്രാവലിംഗ് ടു കേരള വാസ് ടു എക്സ്പീരിയൻസ് ദി മൺസൂൺ. മൺസൂൺ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ്. ദ റെയിൻ ഹാഡ് ബീൻ ഡിലേഡ് ഫോർ വീക്സ്, ആഴ്ചകളോളം വൈകി. ആൻഡ് ദ ഓതർ വാണ്ടഡ് ടു റീകണക്ട് വിത്ത് ദ റെയിനി സീസൺ. ഈ റെയിനി സീസണുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ട്, അല്ലെങ്കിൽ മൺസൂണുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അതൊന്നും കൂടിയൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? പുതുക്കുക. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇ, ഹൂ ഡിഡ് ദ ഓദർ കോൾ എവറി ഡേ? വാട്ട് വാസ് ദ ക്വയറി? വീട്ടിലോട്ട് സ്ഥിരമായിട്ട് വിളിക്കില്ലേ? അല്ല, അതിപ്പോൾ ആൻസറായി. ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരെയായിരുന്നു സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത്? എന്തായിരുന്നു ചോദ്യം? ആരെയായിരുന്നു? ദ ഓദർ കോൾഡ് പാരൻസ് എവറി ഡേ. പാരൻസിനെയാണ് എന്നും വിളിച്ചുകൊണ്ടിരുന്നത്. ദ ക്വയറി വാസ്, എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഈസ് ഇറ്റ് റെയിനിങ് ദെയർ? അവിടെ മഴയുണ്ടോ? അല്ലേ. അടുത്തത് എഫ്, വൈ വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഓഫ് കർക്കിടകം എ ഡിസപ്പോയിൻമെൻറ്റ് ഫോർ ദ വില്ലേജേഴ്സ്? കർക്കിടകത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ദിവസം ആ വില്ലേജേഴ്സിനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. എന്താ കാര്യം? ദ ഫസ്റ്റ് ഡേ ഓഫ് കർക്കിടകം വാസ് എ ഡിസപ്പോയിൻമെൻറ്റ് ഫോർ ദ വില്ലേജേഴ്സ് ബിക്കോസ്, എന്തുകൊണ്ട്? ദേ എക്സ്പെക്റ്റഡ് ഹെവി റെയിൻ, ഭയങ്കര മഴ പ്രതീക്ഷിച്ചു. ഇൻസ്റ്റെഡ് ദേ ഓൺലി ഗോട്ട് എ ലിറ്റിൽ റെയിൻ ആൻഡ് ദെൻ സൺഷൈൻ വിച്ച് ഡിഡ് നോട്ട് മാച്ച് ദെയർ ഹോപ്സ് ഫോർ ദ മൺസൂൺ. കുറച്ച് മഴ പെയ്യും, ഭയങ്കര വെയിൽ വരും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മൺസൂണിനെ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ലായിരുന്നു. അടുത്തത്, വെയർ ഡിഡ് ദ ഓദർ എക്സ്പെക്ട് ടു സെലിബ്രേറ്റ് ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ? എവിടെയായിരുന്നു അവരത് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്? മൺസൂണിൻ്റെ തുടക്കം എവിടെയായിരുന്നു? ദ ഓദർ എക്സ്പെക്റ്റഡ് ടു സെലിബ്രേറ്റ് ദ ഓൺസെറ്റ് ഓഫ് ദ മൺസൂൺ ഇൻ ഹർ വില്ലേജ്. എവിടെ? മുണ്ടക്കോട്ട് കുരിശി ഇൻ കേരള, അവിടെയായിരുന്നു. അതല്ല, നിങ്ങൾക്ക് വില്ലേജിൻ്റെ പേരെഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹർ വില്ലേജ് എന്ന് മാത്രം പറഞ്ഞാൽ. അടുത്ത എച്ച്,
What, according to the author, is the impact of building concrete structures and cutting down trees on water resources? എന്തായിരുന്നു ഓതറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പാക്റ്റ് ഓഫ് ബിൽഡിംഗ്? എന്താണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളും അതുപോലെ തന്നെ മരം മുറിക്കുന്നതും പിന്നെന്താണ് ടൈല് മുറ്റത്ത് പാകുന്നതും ഒക്കെ പറയുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. The author believes that building concrete structures and cutting down trees harms water resources. അല്ലേ, മരം മുറിക്കുമ്പോൾ എന്തായാലും എന്തുണ്ടാവും, വാട്ടർ റിസോഴ്സസ് ഒക്കെ പോവും. അതുപോലെ തന്നെയാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോഴും. It causes the water table to drop and leads to dry wells and canals. അതുവഴി എന്താണ്, ആ വെൽസും കനാൽസും ഒക്കെ എന്ത് ചെയ്യും, വരണ്ട് പോകും. In the future, people may have to pay for water. എന്താ, കുറച്ചുകൂടെ കഴിയുമ്പം ആൾക്കാർ എന്ത് വേണം, വാട്ടറിന് പൈസ അടയ്ക്കേണ്ടി വരും. എവിടത്തെ പോലെ, ലൈക്ക് ഇൻ ബാംഗ്ലൂർ വെയർ ദേ പേ ഫോർ ടാങ്കർ വാട്ടർ ടു സപ്ലിമെൻ്റ് ദ ലിമിറ്റഡ് സപ്ലൈ. അവിടെ ഓൾറെഡി സപ്ലൈ ഉണ്ട്, വാട്ടറിൻ്റെ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ അത് മാത്രം പോരാ, അതിനെ ഒന്ന് ഓവർകം ചെയ്തും കൂടെ എടുക്കണം അല്ലേ, അല്ലെങ്കിൽ അതിന് സപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തും കൂടെ വേണം, ടാങ്ക് വാട്ടറും കൂടെ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആയി. നോക്കിയേ, who does the author compare the monsoon to in terms of anticipation and disappointment? ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രലോഭിപ്പിക്കുന്നു, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, പക്ഷേ എന്നിട്ട് ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ആരുമായിട്ട് കമ്പയർ ചെയ്തു? നമ്മുടെ മറ്റേ പണക്കാരൻ ഫ്രണ്ട് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ. The author compares the monsoon to the much awaited visit of a rich relative, which turns into a joyless anti climax. ഹാപ്പി എൻഡിങ്സ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടാകുന്നു. ആരെ കൊണ്ട്? നമ്മുടെ ബന്ധുവേ, മറ്റേ പണക്കാരൻ ബന്ധു, അതുമായിട്ട് കമ്പയർ ചെയ്തു. ഇനി ജെ, വാട്ട് ഡിഡ് ദ ഓതേഴ്സ് അങ്കിൾ അക്യൂസ് ദ മൺസൂൺ ഓഫ് ഇൻ ദ പാസേജ്? ഒരു അങ്കിൾ വന്ന് പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു മൺസൂണിനെ പറ്റി? കാട്ടിക്കൂട്ടിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അതാണ്. ദ ഓതേഴ്സ് അങ്കിൾ അക്യൂസ്ഡ്, എന്താണ് അക്യൂസ് ചെയ്തത്? ദ മൺസൂൺ ഓഫ് മിയർലി, എന്തുപോലെ, വെറും കാട്ടിക്കൂട്ടി പോവുക ആയിപ്പോയി. മീനിങ് ഇറ്റ് മെയ്ഡ് എ ബിഗ് ഷോ വിത്ത് ഗ്രേ സ്കൈസ്, റംബ്ലിംഗ് തണ്ടർ ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദ എയർ, ബട്ട് അൾട്ടിമേറ്റ്ലി ഡിഡ് നോട്ട് ഡെലിവർ എനി റെയിൻ. കാട്ടിക്കൂട്ടി അങ്ങ് പോയി. ഭയങ്കര ഷോയൊക്കെ ആയിരുന്നല്ലേ, ഇരുന്നു, ഇടിവെട്ടുന്നു, കൊള്ളിമേൻ വരുന്നു, താണ്ടേ എപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു, പെയ്തു എന്ന് പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? കാട്ടിക്കൂട്ടി പോയി, എന്തോ ഒന്ന് പെയ്തു, അത്ര തന്നെ. വെൻ ഡിഡ് ദ ഓതർ, കെ ആണ്, വെൻ ഡിഡ് ദ ഓതർ ഫൈനലി ഹിയർ ദ സൗണ്ട് ഓഫ് റെയിൻ? എത്ര മണിക്കായിരുന്നു ഏകദേശം? വെളുപ്പിന് 2 മണിക്കാണ് എന്ത് കേട്ടത്? മഴയുടെ ശബ്ദം. ദ ഓതർ ഫൈനലി ഹേർഡ് ദ സൗണ്ട് ഓഫ് റെയിൻ അറ്റ് 2 AM when she woke up to drumming on her tile roof. പടപടപടാ സൗണ്ട് ഓട്ടിൻ്റെ മണ്ടേ വീഴുന്ന കേട്ട് ഉണർന്നു. എത്ര മണിക്കാണ്? വെളുപ്പിന് 2 മണി. അടുത്തത് എൽ. ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ സൗണ്ട് ആൻഡ് ഫീലിംഗ് ഓഫ് റെയിൻ? ആ ഫീലിംഗ് ഓഫ് റെയിൻ അല്ലെങ്കിൽ സൗണ്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു? ദ ഓതർ ഡിസ്ക്രൈബ്സ് ദ സൗണ്ട് ഓഫ് റെയിൻ ആസ് മ്യൂസിക്കൽ വിത്ത് ഹൈ ആൻഡ് ലോ നോട്ട്സ്. He compares it rhyme to different musical tempos. പല താളങ്ങളൊക്കെ പറഞ്ഞില്ലേ, എന്തൊക്കെയായിരുന്നു? സ്ലോ ആയിട്ടുള്ളത് വിളംബകം, സ്റ്റഡി ആയിട്ടുള്ളത് മധ്യമം, ആൻഡ് ക്വിക്ക് ദ്രുതകാലം. This shows his deep emotional connection to the rain. ഇതെന്താ കാണിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ എന്താണ് റൈറ്ററുടെ ഡീപ്പ് ഇമോഷണൽ കണക്ഷനാണ് മഴയുമായിട്ടുള്ളത് കാണിക്കുന്നത്. It invites him in and brings feelings of pleasure and nostalgia. പ്ലഷറും നൊസ്റ്റാൾജിയും ഒക്കെയാണ് ഇവിടെ അവർക്ക് കിട്ടുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എം. വൈ വാസ് ദ ഓതർ അഫ്രൈഡ് ഈവൻ ടു sigh in pleasure while watching the rain? പെയ്തല്ലോ എന്ന് ആശ്വസിക്കാൻ പോലും പറ്റിയില്ല. എന്താ കാര്യം? ദ ഓതർ വാസ് അഫ്രൈഡ് ടു sigh while watching the rain. He thought it might scare the rain away. ഇനി ഇതങ്ങാനും കേട്ട് മഴ പേടിച്ചാലോ? ലൈക്ക് സ്കെയറിങ് ആൻ എക്സോട്ടിക് ബേർഡ്. പറഞ്ഞില്ലേ ഒരു വിദേശിയായിട്ടുള്ള ദേശാടന പക്ഷിയുടെ കാര്യം, അതുപോലെ അല്ലേ വന്നിരിക്കുന്ന മഴ. ഞാനെങ്ങാനും ശ്വാസം വിട്ട് അത് പേടിച്ച് പോയാലോ? ദിസ് ഷോ ഹൗ മച്ച് ഷീ വാല്യൂസ് ദി മൊമെൻറ്റ് ആൻഡ് ദ മാജിക് ഓഫ് ദ മൺസൂൺ. മൺസൂണിൻ്റെ മാജിക്കും ഈ ഒരു മൊമെൻറ്റും ഒക്കെ എത്രത്തോളം അവർ വാല്യൂ ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ്, എം വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയുള്ളത് റീവിസിറ്റ് ദ പാസേജ് ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്.
മക്കളെ, ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് കുറവാണ്, അതനുസരിച്ച് നമുക്ക് ആ വീഡിയോസ് കൂടുതൽ പ്രൊമോഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്താണ് റീവിസിറ്റ് ദ പാസേജിലുള്ളത്? ഹൗ ഡസ് ദ ഓതർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് ദ മൺസൂൺ? ഇത് നന്നായിട്ട് പാഠം വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കി നമുക്ക് തന്നെ എഴുതാവുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ പറയാം, എന്താണ് മൺസൂണിൻ്റെ ബിഹേവിയർ ഓതർ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തു? നന്നായിട്ടുണ്ടായിരുന്നു. ദ ഓതർ ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് ദ മൺസൂൺ ആസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഡിസപ്പോയിൻറ്റിങ്. അൺപ്രഡിക്റ്റബിൾ ആണ്, ഡിസപ്പോയിൻറ്റിങ് ആണ്. ഇറ്റ് പ്ലേസ് ഹൈഡ് ആൻഡ് സീക്ക്, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് പോലെ, ഒളിച്ച് കളിക്കുന്നത് പോലെ. ഫെയിലിംഗ് ടു ഡെലിവർ ദി എക്സ്പെക്റ്റഡ് റെയിൻസ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റെയിൻ ഫെയിൽ ചെയ്തു ഡെലിവർ ചെയ്യാനായിട്ട്. ദ മൺസൂൺ ക്രിയേറ്റ്സ് ആൻറ്റിസിപ്പേഷൻ, പ്രതീക്ഷ നൽകുന്നുണ്ടായിരുന്നു. വിത്ത് ഗ്രേ സ്കൈസ് ആൻഡ് റംബ്ലിംഗ് തണ്ടർ ബട്ട് ഓഫൻ ഡസ് നോട്ട് ബ്രിങ് ദ റെയിൻ. ആൻറ്റിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ. അപ്പോൾ ആ വാക്ക് പഠിക്കാനാണ് ആൻറ്റിസിപ്പേറ്റ് എന്ന് ഞാൻ വീണ്ടും പറഞ്ഞത്. പ്രതീക്ഷ നൽകുന്നു, ആൻറ്റിസിപ്പേഷൻ അല്ലെ, ആൻറ്റിസിപ്പേറ്റ് കേട്ടോ. ലീവിങ് ദ വില്ലേജേഴ്സ് ഫീലിംഗ് ലെറ്റ് ഡൗൺ, നിരാശരായിട്ട് ആരെ പറഞ്ഞു വിട്ടു? വില്ലേജേഴ്സിനെ പറഞ്ഞു വിട്ടു. ആര്? ആ മൺസൂൺ. ഇനി 2, വാട്ട് ഡിഡ് ദ വില്ലേജേഴ്സ് ഫീൽ അബൌട്ട് ദ ഡിലേഡ് മൺസൂൺ? ഈ ഡിലേഡ് മൺസൂണിനെ പറ്റി വില്ലേജേഴ്സിന് എന്തായിരുന്നു ഫീല്? എന്തായിരുന്നു? ദ വില്ലേജേഴ്സ് ഫെൽറ്റ് ആങ്ഷ്യസ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് ദ ഡിലേഡ് മൺസൂൺ. ആങ്ഷ്യസ് ആയിരുന്നു, ഇപ്പോൾ പെയ്യും, പിന്നെ എന്തായിരുന്നു? ഫ്രസ്ട്രേറ്റഡ് ആയി മാറി. They noted that the summer drought had been intense, leading to dry wells and canals and a significantly lowered water table. എന്താണ്? സമ്മറിൽ ഭയങ്കര ക്ഷാമമായിരുന്നു അല്ലെ, ഇൻറ്റൻസ് ആയിരുന്നു. അപ്പോൾ എന്താണ്? കനാൽസും ഒക്കെ ഉണങ്ങി, അതുപോലെ തന്നെ ആ വാട്ടർ ടേബിൾ എന്തായി? ഒന്ന് ലോ ആയി മാറി. They expressed a sense of helplessness. ഒന്നുകൂടെ, they expressed a sense of helplessness and concern for the future. മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ, എല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ, നമ്മളെ കിണറ്റിലേക്ക് വെള്ളം പറ്റി എത്രയോ കാലം നമ്മൾ വെള്ളം വാങ്ങി. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് നമുക്ക് അങ്ങനെ ഇല്ല, എന്നാലും ഭയങ്കര വരൾച്ച കേരളത്തിൽ അനുഭവിച്ചിട്ടില്ലേ നമ്മൾ. അപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. worried that continued delays would worsen their water scarcity and impact their livelihoods. കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വരൾച്ച ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം തന്നെ എന്താണ്? ദുഷ്കരമായി മാറില്ലേ? അതാണ് അവരുടെ കൺസേൺ. അടുത്ത 3, വാട്ട് ഇമോഷൻസ് ആൻഡ് സെൻസേഷൻസ് ഡിഡ് ദ ഓതർ എക്സ്പീരിയൻസ് വെൻ ദ മൺസൂൺ ഫൈനലി അറൈവ്ഡ്? മൺസൂൺ ലാസ്റ്റ് അറൈവ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ ഇമോഷൻസും സെൻസേഷൻസും ഒക്കെ ആയിരുന്നു ഓതർ എക്സ്പീരിയൻസ് ചെയ്തത് മൺസൂൺ അറൈവ് ചെയ്ത സമയത്ത്? When the monsoon finally arrived, the author experienced joy and relief. പിന്നെ എന്തുണ്ടായി? She felt a deep sense of comfort and she listened to the rain drumming on the roof. ഭയങ്കരമായിട്ട് കംഫർട്ടായി മാറി റെയിൻ വന്നപ്പോൾ. പിന്നെ എന്താണ്? ആ റെയിൻ്റെ സൗണ്ട് റൂഫിൽ തട്ടുന്നത് കേൾക്കാൻ ഭയങ്കര കൊതിയോടെ അവരിരുന്നു. ദ ഓതർ ഡിസ്ക്രൈബ്ഡ് സ്നഗ്ലിംഗ് ഡീപ്പർ ഇൻ ടു ബെഡ്. എന്താണ്? ചുരുണ്ടുകൂടി ബെഡിൽ കിടക്കാൻ അവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻജോയിങ് ദ മ്യൂസിക് ഓഫ് റെയിൻ, റെയിൻ്റെ മ്യൂസിക് കേട്ടിങ്ങനെ കിടക്കുന്നു. ആൻഡ് ഫീലിംഗ് എ ഡീപ്പ് കണക്ഷൻ ടു ഇറ്റ്സ് റിതംസ്, അതിൻ്റെ റിതംസുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ആയിട്ടിരുന്നു. There was also a sense of well-being and a magic in experiencing the monsoon, transforming the world into a beautiful place. മൺസൂൺ വരുമ്പോൾ വേൾഡ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയി മാറില്ലേ? അതുമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആ മൺസൂണിൻ്റെ മാജിക് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുപോലൊരു വെൽ ബീയിങ് സെൻസാണ് അവർക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി ഡിസ്കസ് ദ ഓതേഴ്സ് ആൻറ്റിസിപ്പേഷൻ, റിഫ്ലക്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ മൺസൂൺ ആൻഡ് ദ സെൻസ് ഓഫ് വെൽ ബീയിങ് ഇറ്റ് ബ്രിങ്സ് ടു ഹർ. എന്താണ്? എന്തൊക്കെ പ്രതീക്ഷകളാണ്, റിഫ്ലക്ഷനാണ്, എക്സ്പീരിയൻസ് ആണ് എന്തിനെ പറ്റി? മൺസൂണിനെ പറ്റി അവർക്കുള്ളത്. പിന്നെ ഒരു സെൻസ് ഓഫ് വെൽ ബീയിങ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എന്താണ്? വെൻ ദ മൺസൂൺ ഫൈനലി അറൈവ്സ്, മൺസൂൺ വരുമ്പോൾ ദ ഓതർ ഫീൽസ് ജോയ് ആൻഡ് റിലീഫ്. ഓതറിന് എന്തുണ്ടാകുന്നു? ജോയും റിലീഫും ഒക്കെ ഉണ്ടാകുന്നു. ഷീ കമ്പയർസ് ദ റെയിൻസ് റിട്ടേൺ ടു എ ലോങ് ലോസ്റ്റ് സൺ കമ്മിങ് ഹോം.
എന്താണ്, കുറേ നാൾ കാണാതിരുന്ന ഒരു മകൻ വീട്ടിലേക്ക് വരുന്നത് പോലെയാണ് അവരതിനെ പറയുന്നത്. എന്തിനെ? മൺസൂണിനെ. ദ സൗണ്ട് ഓഫ് ദ റെയിൻ ഈസ് കംഫർട്ടിങ് ആൻഡ് സൂത്തിങ്. വളരെ കംഫർട്ടിങ്ങും സൂത്തിങ്ങുമായിരുന്നു ആ റെയിനിൻ്റെ സൗണ്ട്. മേക്കിംഗ് ഹർ വീൽ അറ്റ് പീസ്. ഭയങ്കരമായിട്ടുള്ള ഒരു പീസാണ് ഫീൽ ചെയ്തത്. ഇൻ ദീസ് മൊമെൻറ്റ്സ് ഷീ എക്സ്പീരിയൻസസ് എ സ്ട്രോങ് സെൻസ് ഓഫ് വെൽബീയിങ്. ഈ സമയത്ത് ഒരു സ്ട്രോങ് സെൻസ് ഓഫ് വെൽബീയിങ് ആണ് അവർക്ക് തോന്നിയത്. ദി മൺസൂൺ ബ്രിങ്സ് ഹോപ്പ് ആൻഡ് റിന്യൂവൽ, മേക്കിംഗ് ദ വേൾഡ് സീം ബ്യൂട്ടിഫുൾ അഗെയിൻ. മൺസൂൺ എന്ത് കൊണ്ടുവന്നു? ഹോപ്പും അതുപോലെ തന്നെ ഒരു റിന്യൂവലും ഒക്കെ കൊണ്ടുവന്നു. വേൾഡിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ ആര് വന്നു? മൺസൂൺ വന്നു. ഇനി ഈ ഒരു ക്വസ്റ്റ്യനും കൂടെയുള്ള 5. ഡിസ്ക്രൈബ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഇൻ യുവർ വേർഡ്സ്. ഈ വർഷത്തെ മൺസൂൺ നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ എഴുതാം. ഞാനൊരെണ്ണം തരുവാണ്. ദിസ് ഇയേഴ്സ് കേരള മൺസൂൺ ഹാസ് ബീൻ ഡിസപ്പോയിൻറ്റിംഗ്. Villagers expected heavy rains in Karkidagam, but the drought continued. Wells were dry and fields were patched. The skies looked grey, but rain did not come. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് എഴുതുക കേട്ടോ, പുതിയതൊന്നും എഴുതുമല്ല. People felt anxious and helpless without water. Finally, when the rain arrived, it brought relief. The sound of raindrops and roofs was comforting. The monsoon, though late, reminded everyone of nature's ability to refresh and revive the land. ചുമ്മാതങ്ങ് എഴുതിയതാണ്. മൺസൂൺ ഇപ്പോഴും ലേറ്റായിട്ട് വന്നു എന്നുള്ള രീതിയിൽ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലുള്ള വേർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. കാര്യം നിങ്ങൾ ഇതിനകത്ത് എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന സംഭവം തന്നെയാണ്. നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതണം എന്നേ ഉള്ളൂ. എക്സാമിന് മിസ്റ്റേക്സ് വരാതെ എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ ശരി തെറ്റൊന്നുമില്ല, നിങ്ങൾ എഴുതുന്നത് തന്നെയാണ് ആൻസർ. എഴുതുന്ന സെൻറ്റൻസിൽ കറക്ഷനൊക്കെ കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടാക്കുക, മാക്സിമം ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. എന്തായാലും കുട്ടികളല്ലേ, നിങ്ങൾക്ക് മിസ്റ്റേക്സൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആക്ടിവിറ്റീസാണ്. നന്നായിട്ടുണ്ട്. ആദ്യമേ ഞാൻ ഈ ചാപ്റ്ററിൽ ആക്ടിവിറ്റീസ് നൽകും, അതിനുശേഷം യൂണിറ്റിലെ ആക്ടിവിറ്റീസ് വേറെ വീഡിയോ ആയിട്ടായിരിക്കും ഇടുക കേട്ടോ. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക, നല്ല മിടുക്കരായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.